അപ്പോൾ ആൽക്കഹോളിൻ്റെ പ്രിപ്പറേഷനിൽ വേറെ മെത്തേഡാണ് ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ. ഇത് ശരിക്ക് ആൽക്കീനെ ആൽക്കഹോളാക്കുകയാണ്. ശരിക്കും ഹൈഡ്രോബൊറേഷൻ എന്ന് പറയുമ്പോൾ ഹൈഡ്രജനും ബോറോണും ആഡ് ചെയ്യണം. അപ്പോൾ ഹൈഡ്രജനും ബോറോണും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ചേർക്കുന്നത് B2H6 ആണ്. അതിൻ്റെ പേരാണ് ഡൈബൊറൈൻ. നമ്മളിത് സിമ്പിളാക്കി പറയാവുന്നേ ഉള്ളൂ. കുറേ സ്റ്റെപ്പായുള്ള റിയാക്ഷനാണ്. ഏറ്റവും സിമ്പിളാക്കി പറയാൻ കഴിയുമോ നോക്കുക. ഏറ്റവും ചുരുക്കിയിട്ടാണ് കേട്ടത്. ഇതിലിപ്പോൾ ഈ റിയാക്ഷൻ നടക്കുന്നത് ശരിക്ക് വാട്ടർ മോളിക്യൂൾസ് പ്രൊപ്പീനോട് ആഡ് ചെയ്യുന്ന റിയാക്ഷനായിട്ട് നടക്കുക. H2O പ്രൊപ്പീനായിട്ട് ചേരുക എങ്ങനെ? മാർക്കോണിക് ഓഫ് റൂളിനെതിരായിട്ട്. അപ്പോൾ ആൻറ്റി മാർക്കോണിക് ഓഫ് റൂൾ, കാരണം ഇതിൽ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ പെറോക്സൈഡ് ഉണ്ടെങ്കിൽ നമ്മൾ അറിയാമല്ലോ, പെറോക്സൈഡിൻ്റെ പ്രസൻസിൽ മാർക്കോണിക് ഓഫ് റൂളിനെതിരായിട്ടാണ് എന്ത് ചെയ്യുക, അവിടെ റിയാക്ഷൻ പ്രൊഡക്റ്റ് വരിക. പ്രൊപ്പീനോട് ഇവിടെ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് വരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാൽ മതി. ഇപ്പോൾ അഡീഷൻ ഓഫ് വാട്ടർ ടു പ്രൊപ്പീൻ അഗെയിൻസ്റ്റ് മാർക്കോണിക് ഓഫ് റൂൾ. ഇപ്പോൾ പ്രൊപ്പീനും ഡൈബൊറൈനുമാണ് റിയാക്ഷന്. ആ റിയാക്ഷൻ നോക്കുക. ഫസ്റ്റ് തന്നെ ഇത് പ്രൊപ്പീൻ, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. പ്രൊപ്പീൻ, ഇത് ഡൈബൊറൈന് B2H6 ഇങ്ങനെ എഴുതിയത്, BH3 ട്വൈസ് എന്ന് എഴുതിയതാണ്, മാറ്റി ഒന്ന് എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ സംഭവിക്കണമെന്ന് വെച്ചാൽ 3 പ്രൊപ്പീൻ ഇതിൽ റിയാക്ട് ചെയ്യുന്നുണ്ട്. സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞില്ല, സ്റ്റെപ്പായിട്ടാണ്. എന്നിട്ട് ഇങ്ങനെ പ്രൊഡക്റ്റ് ഉണ്ടാവുന്നുണ്ട്. ട്രൈ പ്രൊപ്പൈൽ ബൊറൈൻ. ശരിക്കും ജനറലായിട്ട് ട്രൈ ആൽക്കൈൽ എന്നാ പറയുക, ട്രൈ ആൽക്കൈൽ ബൊറൈൻ. ഇവിടെ പ്രൊപ്പീൻ ആയതുകൊണ്ട് നമുക്ക് ട്രൈ പ്രൊപ്പൈൽ ബൊറൈനാണ്. CH3 CH2 CH2 ത്രൈസ് B. പിന്നെ അടുത്ത സ്റ്റെപ്പിലാണ് എന്ത് ചെയ്യുക, നമ്മളിതിനത് ഓക്സിഡേഷൻ നടത്താൻ ഉപയോഗിക്കണേ ഹൈഡ്രജൻ പെറോക്സൈഡും പിന്നെ ആൽക്കലിൻ്റെ പ്രസൻസിലാണ്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് എന്താവും, നമ്മൾ പറഞ്ഞല്ലോ മാർക്കോണിക് ഓഫ് റൂളിൻ്റെ എതിരായിട്ട് എന്ത് ചെയ്യും, വാട്ടർ മോളിക്യൂൾസ് ആഡ് ചെയ്യും പോലെ ചേർത്താൽ ഈ പ്രൊപ്പീനോട് വാട്ടർ ആഡ് ചെയ്താൽ ഇങ്ങനെ പ്രൊഡക്റ്റ് ആവും. പ്രൊപ്പാൻ 1 ഓൾ, അങ്ങനത്തെ 3 മോളിക്യൂൾസ് ഉണ്ടാവും. പ്രൊപ്പാൻ 1 ഓൾ. ഇത്രയുള്ളൂ റിയാക്ഷൻ. ഇതിൽ ഡീപ്പായിട്ട് ഞാൻ പറയണില്ല, എന്നാലും ജസ്റ്റ് ഇതിൽ ജസ്റ്റ് നോക്കൂ. ഇതിൽ ആഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ CH3 നമ്മൾ പ്രൊപ്പീൻ ഉണ്ടല്ലോ, CH3 CH ഡബിൾ ബോണ്ട് CH2, ഇതിനോട് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് പാർട്ടും പോസിറ്റീവ് പാർട്ടും H+OH-, ഇതാണ് 2 പാർട്ട്. അപ്പോൾ ഇതിൽ നെഗറ്റീവ് പാർട്ട് എവിടെ വരും, കൂടുതൽ ഡബിൾ ബോണ്ടഡ് കാർബണിൽ കൂടുതൽ ഹൈഡ്രജനിലോടത്തേക്ക് വരും. അപ്പോൾ ഈ കാർബണിലേക്ക് വരും, ഇവിടെ OH വരും, ഈ H+ എന്ത് ചെയ്യും, ഇവിടെയും വരും. അപ്പോൾ ഇത് ഡബിൾ ബോണ്ടിൽ ഒരു ബോണ്ട് ഉണ്ടാവില്ല, സിംഗിൾ ബോണ്ട് ആവും. അപ്പോൾ പ്രൊഡക്റ്റ് ഒന്ന് കണ്ടില്ലേ, പ്രൊപ്പാൻ 1 ഓൾ, അതാണ് പ്രൊഡക്റ്റ്. പ്രൊപ്പാൻ CH3 CH2 CH2OH, ഇതാണ് പ്രൊഡക്റ്റ്. പിന്നെ ഇതിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്താണെന്ന് വെച്ചാൽ അതും ബോറോണിൽ റിയാക്ട് ചെയ്യുന്നുണ്ട്. അത്രയ്ക്ക് ഞാൻ പോയില്ല, ഇത്ര മതി നമുക്ക്. ഓക്കെ.